പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ്. അഞ്ജലി ഹോസ്പിറ്റലിലായതിനെ തുടർന്ന് അഞ്ജലിയുടെ കാര്യങ്ങൾ നോക്കുന്നതിനായി തയ്യാറായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് മനു. മാത്രവുമല്ല, ഇതേ തുടർന്ന് സൂര്യയോട് എനിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ടത് എന്തിനാണ് എന്നുള്ള കാര്യം നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പ്രണയത്തിന്റെ വില എനിക്കറിയാം. സ്നേഹം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഞാൻ നിങ്ങൾ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം പ്രണയത്തിന്റെ വില എനിക്ക് കൃത്യമായി അറിയാം എന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നീ അത് മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും നിങ്ങൾ ഒന്നിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുകയാണ് മനു. പക്ഷേ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ മനു കാര്യങ്ങളെല്ലാം സോൾവ് ആകുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും അഞ്ജലി തൻ്റെ പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇനി തൻ്റെ ജീവിതത്തിൽ സൂര്യ ഇല്ല. എന്നേക്കുമായി സൂര്യയെ ഞാൻ മറക്കുകയാണ്. ഇനി തൻ്റെ ഭർത്താവായ മനുവിൻ്റെ കൂടെ താമസിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള തീരുമാനം എടുക്കുന്ന അവൾ ഇതേ തുടർന്ന് ഈ കാര്യം മനുവിനോട് പറയാൻ തയ്യാറാവുകയാണ്. വീട്ടിൽ തിരികെ എത്തിയതിനെ തുടർന്ന് മനുവിനോട് ഇനി സൂര്യയെ നിർബന്ധിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അവൾ. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മനു എന്തൊക്കെയാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതോടെ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി എൻ്റെ ജീവിതത്തിൽ സൂര്യയ്ക്ക് സ്ഥാനമില്ല. ഞാൻ ഇത്രയും നാൾ അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവനോട് എന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാൻ അവൻ തയ്യാറായില്ല. എന്നിട്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നു ചേർന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ട്. അതിനുവേണ്ടി ഞാൻ മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും. സോ ഞാൻ എൻ്റെ തീരുമാനം എടുക്കുകയാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയേ ഇനി ജീവിക്കുകയുള്ളൂ. ആ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ് മനു. മാത്രവുമല്ല, കാര്യങ്ങൾ കൈവിട്ടു പോയില്ലോ എന്ന് മനു മനസ്സിലാക്കുകയും ചെയ്യുന്നു. വിചാരിച്ചതുപോലെ ഇനി കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതിനിടയിൽ പുതിയ വഴിത്തിരിവുണ്ടാകുന്നു. സൂര്യയുടെയും അതുപോലെ തന്നെ മനുവിൻ്റെയും അവസ്ഥ മനസ്സിലാക്കുകയാണ് സ്നേഹ. മനുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും താനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും തന്നെ സ്നേഹിക്കുന്ന മനുവിനെ തള്ളിക്കളയുന്നത് ശരിയല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവൾ ഇതേ തുടർന്ന് മനുവിനെ കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഇതേ തുടർന്ന് മനുവിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു. മനുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ തനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മനു എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇത് കേൾക്കുന്ന മനു ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? നിന്റെ വിവാഹം ഓൾറെഡി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നീ എൻ്റെ ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ് നിന്റെ കൂടെയുള്ള ജീവിതം. പക്ഷേ അത് ഇനി ഒരിക്കലും നടക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു. എനിക്ക് അതിൽ ഇനി യാതൊരു വിഷമവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് ഇനി പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് സ്നേഹ. പക്ഷേ ഇതേ തുടർന്നാണ്
സൂര്യയെ ചെന്ന് കാണുന്ന അഞ്ജലി കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകുന്നത്. ഇതോടെ സൂര്യ, ഞാൻ സ്നേഹം തിരിച്ചറിയാൻ വൈകിപ്പോയി. എന്നോട് ക്ഷമിക്കാൻ നീ തയ്യാറാകണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇനി ഞാൻ എൻ്റെ തീരുമാനം മാറ്റുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് നീ എൻ്റെ ആരുമല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് അഞ്ജലി. എനിക്കൊരു ഭർത്താവുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയേ ഇനി ജീവിക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അവൾ, നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം നീ തിരിച്ചറിയണം. ഞാൻ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനിയില്ല. ഇത്രയും നാൾ ഞാൻ നിന്റെ പിറകെ നടന്നു. പക്ഷേ ഇനി എനിക്കതിന് സാധിക്കുകയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ നിർണായകമായ ആ തീരുമാനം എടുക്കുകയാണ്. നമ്മൾ പിരിയുന്നു. ഞാൻ ഇനി എന്നും മനുവിൻ്റെ ഭാര്യയായി ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഒരുപാട് ആലോചിച്ച് എടുത്ത തീരുമാനമാണ് എന്ന് വ്യക്തമാക്കുകയും, നീ പറഞ്ഞതുപോലെ എല്ലാം ഇനി നമുക്ക് മറക്കാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് സൂര്യ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. ഇതേ തുടർന്ന് മനുവിനെ ചെന്ന് കാണുകയാണ് അവൾ. ഞാൻ എൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. മനുവിനെ ഉപേക്ഷിച്ച് എങ്ങോട്ടും പോകാൻ ഇനി ഞാൻ തയ്യാറല്ല. മനു എന്നെ സൂര്യയെ വിവാഹം കഴിക്കുന്നതിന് നിർബന്ധിക്കുകയും ചെയ്യരുത്. ഞാൻ മനുവിന് ഒരു ശല്യമാകാതെ ഈ വീട്ടിൽ ജീവിച്ചുകൊള്ളാം. അതിന് മനു എന്നെ അനുവദിക്കുക മാത്രം ചെയ്താൽ മതി എന്ന് പറയുകയും ചെയ്തത് മനുവിനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.